ഹലോ, നമ്മളിന്ന് മലമ്പുഴ കാണാൻ വന്നിരിക്കുകയാണ്. മലമ്പുഴ ഡാമല്ല, മലമ്പുഴ ഡാമിൻ്റെ വൃഷ്ടിപ്രദേശമായ തെക്കേ മലമ്പുഴയും കവയുമാണ് നമ്മളിന്ന് കാണാൻ വന്നിരിക്കുന്നത്. മലമ്പുഴ റോപ്വേയുടെ മുന്നിലൂടെ ഉള്ള പാതയിൽ പോയാൽ ഈ ഒരു പ്രദേശത്തേക്ക് എത്താൻ സാധിക്കും. ഏകദേശം 5 കിലോമീറ്റർ ദൂരമാണ് ഈ ഒരു പാതയ്ക്കുള്ളത്. അതിനപ്പുറം കാടാണ്, അങ്ങോട്ടേക്ക് നമുക്ക് അനുമതിയില്ല. മഴക്കാലമായതിനാൽ ഈ ഒരു പാതയിൽ റോഡിലേക്ക് ഒഴുകുന്ന ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട്. അവധി ദിവസമാണെങ്കിൽ വളരെയധികം തിരക്കുള്ള ഒരു സ്ഥലമാണിത്. പക്ഷേ പ്രവൃത്തി ദിനമായതിനാൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. വെള്ളത്തിൽ കളിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള എൻ്റെ മോൾക്ക് ചെറിയൊരു വെള്ളച്ചാട്ടം കണ്ടപ്പോൾ വളരെയധികം സന്തോഷമായി. പിന്നെ നടന്നത് ഇതാണ്. കുറച്ച് സമയം അവിടെ ചെലവഴിച്ച് ഞങ്ങൾ യാത്ര തുടർന്നു. നമ്മൾ ഈ പാതയുടെ അവസാനം എത്താനായി. വർഷങ്ങൾക്ക് മുന്നേ പാത വഴിയിൽ ഉപേക്ഷിച്ച പാലം പണിയും കാണാം. പാലമുണ്ടായിരുന്നെങ്കിൽ എളുപ്പത്തിൽ എത്താൻ സാധിക്കുന്ന ആ ഒരു കോളനിയിലേക്ക് നമ്മളിപ്പോൾ പോകണമെങ്കിൽ മലമ്പുഴയും കവയും ആനക്കല്ലും എല്ലാം കഴിഞ്ഞ് 35 കിലോമീറ്ററോളം ദൂരം താണ്ടിയിട്ട് വേണം അവിടെ എത്താൻ. മഴ വരുന്നതിനാൽ അധികം സമയം വൈകിക്കാതെ കവയിലേക്ക് പോകുവാൻ ഞങ്ങൾ അവിടെ നിന്നും യാത്ര തിരിച്ചു.
മലമ്പുഴയിൽ നിന്നും ആനക്കൽ റോഡിലേക്ക് തിരിയുമ്പോൾ കാണുന്ന സഫാരി പാർക്കാണ് ഈ ഒരു കാണുന്നത്. കവ പോയി കുറച്ചു നേരം കഴിഞ്ഞ് മഴയായപ്പോൾ ഞങ്ങൾ അധികം വൈകാതെ മലമ്പുഴയിലേക്ക് തിരിച്ചു. മലമ്പുഴയിലേക്ക് വന്ന് നേരെ സ്നേക്ക് പാർക്കിലാണ് ആദ്യം പോയത്. സ്നേക്ക് പാർക്ക് കണ്ടതിന് ശേഷം നേരെ അക്വേറിയത്തിലാണ് പോയത്. അപ്പോൾ അക്വേറിയത്തിൻ്റെയും സ്നേക്ക് പാർക്കിൻ്റെയും വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അടുത്തായിട്ട് റോപ്പ് വേയിലാണ് പോയത്. അപ്പോൾ മലമ്പുഴ ഡാമിനകത്ത് കയറാൻ അധികം സമയമില്ല, അതുകൊണ്ട് തന്നെ റോപ്പ് വേയിൽ പോകാമെന്ന് വെച്ചു. അപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് റോപ്പ് വേയിൽ പോകുന്നത്. കുട്ടിക്കാലം മുതൽ മലമ്പുഴ വന്നിട്ടുണ്ടെങ്കിലും ഇതുവരെ റോപ്പ് വേയിൽ കയറാൻ ഭാഗ്യം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇന്നാണ് നമ്മൾ റോപ്പ് വേയിൽ ആദ്യമായിട്ട് കയറാൻ പോകുന്നത്. ഒരാൾക്ക് 71 രൂപയാണ് ചാർജ് വരുന്നത്. നമുക്ക് ഗൂഗിൾ പേയിലൂടെ സ്കാനറൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് പേ ചെയ്യാവുന്നതാണ്. ജിപേ വർക്കാവും. സൂപ്പറായിട്ടല്ലേ? ഒരാൾ മേടിച്ചിട്ട് വിറച്ചിട്ടിരിക്കണ്ട്. താഴെ ബോട്ടിങ് പോകണ്ട. നമ്മുടെ മലമ്പുഴയിലേക്ക് ഇതായിരിക്കും. അങ്ങനെ നമ്മളെ ആദ്യമായിട്ട് കേറണം എന്തോ ഒരു പേടി. കൂടെ കുട്ടി ഉണ്ടായിരുന്നതുകൊണ്ട് അധികം വീഡിയോ ഒന്നും എടുക്കാൻ സാധിച്ചില്ല. റോപ്പിൽ ഇറങ്ങിക്കഴിഞ്ഞ് ഞങ്ങൾ സമയമായതുകൊണ്ട് പിന്നെ ഡാമിനകത്തൊന്നും കയറാൻ നിന്നില്ല. അപ്പോൾ ഞങ്ങൾ യാത്ര തിരിച്ചു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.